ഹായ് പാർട്ട്നേഴ്സ്, നൗഷാദ് അക്യുറേറ്റ്. വിത്ത്ഹോൾഡിംഗ് ടാക്സ് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഫയലിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളത്. വിത്ത്ഹോൾഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രേഖകളാണ് സൂക്ഷിക്കേണ്ടതെന്നും എത്ര കാലം സൂക്ഷിക്കണമെന്നും ചർച്ച ചെയ്യാം. എന്തിനാണ് രേഖകൾ സൂക്ഷിക്കുന്നത്? നിങ്ങൾ നിയമം പാലിക്കുന്നുണ്ടെന്നും നിങ്ങൾ പിടിച്ചുവെച്ച നികുതി കൃത്യമാണെന്നും സാഡ്കയെ ബോധ്യപ്പെടുത്താൻ ഈ രേഖകൾ ആവശ്യമാണ്. ഒരു പരിശോധന ഉണ്ടായാൽ ഈ രേഖകളായിരിക്കും നിങ്ങളുടെ പ്രധാന തെളിവ്. അപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് ഓരോ ഇടപാടിനും നിങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്? 1. പണം സ്വീകരിക്കുന്ന നോൺ റെസിഡന്റിന്റെ പേരും വിലാസവും. 2. പേയ്മെന്റിന്റെ തരം, ഉദാഹരണം റോയൽറ്റി, മാനേജ്മെന്റ് ഫീസ്, ടെക്നിക്കൽ സർവീസ്. 3. മൊത്തം എമൗണ്ട് ഓഫ് പേയ്മെന്റ്. 4. പിടിച്ചു വെച്ച നികുതിയുടെ എമൗണ്ട്. 5. പണം സ്വീകരിക്കുന്നയാളുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ലഭ്യമെങ്കിൽ അതും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എത്ര കാലം ഈ രേഖകൾ സൂക്ഷിക്കണം? നിയമപ്രകാരം ഓരോ പേയ്മെന്റിന്റെയും രേഖകൾ പേയ്മെന്റ് നടത്തിയ തീയതി മുതൽ കുറഞ്ഞത് 10 വർഷത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കേസ് സാഡ്കയുടെയോ മറ്റ് കമ്മിറ്റികളുടെയോ പരിഗണനയിലാണെങ്കിൽ ആ കേസ് തീർപ്പാകുന്നത് വരെ ഈ രേഖകൾ സൂക്ഷിക്കണം. അതും 10 വർഷത്തിൽ കൂടുതലാണെങ്കിൽ പോലും. എന്നാൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ എന്ത് സംഭവിക്കും? അടുത്ത വീഡിയോയിൽ നിയമലംഘനങ്ങളുടെ പിഴകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. Hope to see you again. Thank you.